ഹലോ, ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചെറിയ മഴയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അമ്പലം. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു 3 വീട് അപ്പുറമാണ് കേട്ടോ. പിന്നെ പീലിക്കുട്ടി എപ്പോഴും ഏട്ടൻ്റെ വലിയ കുടയും കൊണ്ട് നടക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ അവൾക്കൊരു ചെറിയ കുട വാങ്ങിച്ചതാണ്. അപ്പോൾ ആ കുട കൊണ്ടിട്ട് തന്നെ അവൾക്ക് അമ്പലത്തിൽ വരണം. പിന്നെ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ്. ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്, വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ അധിക ദിവസങ്ങളിൽ അമ്പലത്തിൽ വരാറുണ്ട് കേട്ടോ. പിന്നെ ഏട്ടനും അമ്മയും ഇവിടുത്തെ ജോലിക്കാരാണ്. ഏട്ടൻ മാല കെട്ടുന്ന ആളും പിന്നെ അമ്മയാണ് വിളക്കൊക്കെ കഴുകാറ്. പിന്നെ എനിക്ക് കഴിയുന്ന ദിവസങ്ങളിൽ ഞാൻ അമ്മേനെ സഹായിക്കാൻ വരാറുണ്ട്. വൈകുന്നേരമൊക്കെ അടിച്ചു വാരി കൊടുക്കാറാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് കുറവായിട്ട് വരാറില്ല. അങ്ങനെ നമ്മൾ നടന്നിട്ട് അമ്പലത്തിൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ആൽമരം. ഇവിടെ പ്രദക്ഷിണം വെച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യാറ്. പിന്നെ ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം. ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. പിന്നെ കൊറോണേൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ മുറ്റമൊക്കെ അടിച്ചേരി വൃത്തിയാക്കുന്ന ടൈമിൽ പീലിക്കുട്ടീനെ മണ്ഡപത്തിൽ ഇറക്കി വിടാറാണ് പതിവ്. അവൾ അവിടെ ഇരുന്ന് കളിക്കാറാണ് കേട്ടോ. പിന്നെ മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഓഫീസുള്ളത്. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ പേര് പറയാൻ മറന്നുപോയി. പിടിപ്പഴി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. സ്ഥലം വരുന്നത് മണ്ണൂർ വളവാണ്. ഇന്ന് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് മുകളിലേക്ക് ചെല്ലണം. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും പീലിക്കുട്ടി ശീതേട്ടനും കൂടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പീലിക്കുട്ടി ആണെങ്കിൽ അവളുടെ കുട മടക്കാൻ സമ്മതിച്ചിട്ടേ ഇല്ല. ഉള്ളിൽ തൊഴുമ്പോഴൊക്കെ അവൾ കുടയും പിടിച്ചിട്ടാണ് കേട്ടോ നടന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവനും പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഒരാൾ വരച്ചതാണ്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ്. ദശാവതാരങ്ങൾ മാത്രമല്ല, പുറമെ സരസ്വതി, ഗണപതി അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നെയ്വിളക്കൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ഓരോ ചെറിയ പാത്രങ്ങളിലായിട്ട് നെയ്വിളക്ക് നിറച്ച് വെക്കും. അത് അവിടെ നിന്ന് എടുത്തിട്ടാണ് നടക്കിൽ കൊണ്ടായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് വരച്ചത്. അതിൻ്റെ താഴെ പേരും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് എണ്ണയും സാധനങ്ങളൊക്കെ വെക്കാറ്. അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു കിണറുണ്ട് കേട്ടോ. ചെറിയൊരു കിണറാണ്. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് പ്രസാദമൊക്കെ തരാറുള്ളത്. അവിടെ മഹാവിഷ്ണുവിൻ്റെ ചെറിയൊരു ഫോട്ടോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗണപതിയുടെ അമ്പലമാണ്. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഷിജിത്തേട്ടൻ മാല കെട്ടാറ്. പിന്നെ ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള നെറ്റിപ്പട്ടാണ്. അമ്പലത്തിലെ പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് ഭഗവാന് സമർപ്പിച്ചതാണ് കേട്ടോ നെറ്റിപ്പട്ടം. പിന്നെ മഹാവിഷ്ണുവിൻ്റെ ഈ ഫോട്ടോയും ഒരു സമർപ്പണമാണ്, ഒരു ചേട്ടൻ വരച്ചതാണ്. പിന്നെ ഞങ്ങൾ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻവശം. പിന്നെ അമ്പലം ഫുള്ളായിട്ട് ചുറ്റുവിളക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ അധികം വിളക്ക് ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ അധിക ദിവസങ്ങളിൽ ഒരു വരിയെങ്കിലും ചുറ്റുവിളക്ക് ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ മുൻവശത്ത് തന്നെ സൈഡിലായിട്ടാണ് ഭദ്രകാളിയുടെ അമ്പലം ഉള്ളത്. പിന്നെ അമ്പലം പ്രദക്ഷിണം വെക്കാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ പുറകുവശം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് അമ്മ വിളക്കൊക്കെ കഴുകാറ്. പുലർച്ചെ 5:30 നട തുറന്നിട്ട് രാവിലെ 10 മണി വരെയും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5:30 മുതൽ രാത്രി 7 മണി വരെയാണ് കേട്ടോ അമ്പലത്തിലെ ടൈം. 10 മണിക്ക് അമ്പലം അടച്ചിട്ട് എല്ലാവരും പോകുന്നുണ്ടെങ്കിലും പാവം അമ്മ വരാൻ നല്ല ലേറ്റ് ആവാറുണ്ട് കേട്ടോ. 11 മണി 11:30 ഒക്കെ എന്തായാലും ആവാറുണ്ട്. പിന്നെ പുറകുവശത്തായിട്ടാണ് കേട്ടോ നമ്മുടെ അമ്പലക്കുളം ഉള്ളത്. ഇതിൽ നിറയെ മീനുകളും ആമകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളത് വൃത്തിയാക്കിയിട്ട്. ഇതിൽ ഓലയൊക്കെ വീണിട്ട് ചീത്തയായിട്ട് കിടക്കുകയായിരുന്നു. മഴ ആകുമ്പോഴേക്കും വൃത്തിയാക്കിയതാണ്. കുട്ടികളൊക്കെ വന്നിട്ട് കുളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് വശത്തുള്ള ഗേറ്റ്. പിന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴോട്ട് പോയാൽ നമുക്ക് അമ്പലക്കുളത്തിലേക്ക് എത്താം. ഇവിടെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ. പിന്നെ ഈ താഴെ കാണുന്ന വഴിയിലൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്താൻ കഴിയും. അങ്ങനെ ഞാൻ കുളമൊക്കെ കണ്ടു വന്നപ്പോഴേക്കും അച്ഛനും മോളും നാഗക്കോട്ടയിലൊക്കെ തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നാഗക്കോട്ട ഉള്ളത്. ആയില്യപൂജയൊക്കെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ നടക്കാറ്. പിന്നെ ഇവിടുന്ന് നേരെ കാണുന്നതാണ് അയ്യപ്പൻ്റെയും രക്ഷസിൻ്റെയും അമ്പലം. പിന്നെ പീലിക്കുട്ടിയാണെങ്കിൽ കുടം കൂടെ കിട്ടിയപ്പോൾ ഫുൾ ഹാപ്പിയായി. അല്ലെങ്കിൽ അമ്പലത്തിൽ വന്നാൽ അവൾ ഭയങ്കര ഓട്ടപ്പാച്ചിലാണ്. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല, ഓടി കളിക്കുകയാണ് ചെയ്യുക. ഇപ്പം മഴയും കൂടി ആയപ്പോൾ വഴുക്കുമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവളെ ഞങ്ങൾ പിടിച്ചു വെച്ചതാണ്. അങ്ങനെ ഓടി കളിച്ചപ്പോൾ ഞാൻ പീലിക്കുട്ടിയോട് പറഞ്ഞു, അമ്മ വീഡിയോ എടുക്കാം, മോൾ അവിടെ നിന്ന് നടന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ നടന്ന് വരികയാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ നാണം കൊണ്ട് വയ്യ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നിട്ട് അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും ചുമരിലൊക്കെ 2 ഭാഗത്തും ചിത്രപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് ശബരിമലയ്ക്ക് പോകുമ്പോൾ തേങ്ങ ഉടയ്ക്കാറ്. ഇതാണ് ഞാൻ പറഞ്ഞ വിഷ്ണുവിൻ്റെ വേറെ ഫോട്ടോസൊക്കെ വരച്ച് തന്നെ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ മുന്നിലെത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. അപ്പോഴത്തേനും വീട്ടിലെത്താമെന്ന് വിചാരിച്ചു.
ഇപ്പോഴേക്കൊക്കെ നല്ല തിരക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം നട അടയ്ക്കേണ്ട ടൈം ആയിട്ടുണ്ട്. 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നട അടയ്ക്കും. പിന്നെ ഇവിടെ മുന്നിൽ തന്നെ ചെറിയൊരു കൽവിളക്കുണ്ട് കേട്ടോ. പിന്നെ LED കൊണ്ട് ഓം നമോ നാരായണ എന്നിങ്ങനെ എഴുതുന്നുണ്ട്. അവിടെ സ്വിച്ച് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു, അതാണ് അവിടെ കാണാത്തത്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേനും പീലിക്കുട്ടിക്ക് ചെരുപ്പില്ല എന്നും പറഞ്ഞിട്ട് അവൾ എൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഊരി തന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മണ്ഡപത്തിൻ്റെ മുൻവശം. ഇങ്ങനെയാണ് മണ്ഡപം ഇരിക്കുന്നത്. പിന്നെ ആ നേരെ കാണുന്നതാണ് നമ്മുടെ സ്റ്റേജ്. പ്രതിഷ്ഠാ ദിനത്തിനൊക്കെ 2 ദിവസം മുമ്പേ തന്നെ പരിപാടികളൊക്കെ തുടങ്ങാറുണ്ട്. അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ ഡാൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ട് തന്നെയാണ് വൃശ്ചിക മാസത്തിൽ ഭജന ഇരിക്കാറ്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് ഓഫീസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് അമ്പലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഗേറ്റിൻ്റെ ചിത്രമാണ് കേട്ടോ. കൊത്തുപണികളൊക്കെ നിറഞ്ഞിട്ട് നേരത്തെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ള വ്യൂ അല്ലേ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു രൂപം. അപ്പോൾ നമ്മുടെ അമ്പലമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.